നമ്മൾ ഇൻഷാ അല്ലാഹ് പറയൂലേ അല്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതാം. ഇൻഷാ ഇന്നിൻ്റെ നൂനും ഷായുടെ ഷീനും ഒരുമിച്ച് എഴുതിയാൽ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഇൻഷാ? കൺസെഷൻ. നമ്മളിവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ വണ്ടിക്ക് നോക്കിക്കോ, ലിൽ ഇൻഷാ ഫോർ കൺസ്ട്രക്ഷൻ എന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഷാ ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കൂല, ഇൻഷാ ആ നൂനും ഷീനും ഒരുമിച്ച് അങ്ങ് എഴുതും. അതിൻ്റെ അർത്ഥം കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇൻഷാ എന്ന് എഴുതുമ്പോൾ ഇൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ഷാ അല്ലാ. അപ്പോൾ ഇൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് കണ്ടീഷൻ്റെ ലെറ്ററാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആയാൽ, ചെയ്താൽ. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, ഉദ്ദേശിച്ചാൽ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പറയുമ്പോൾ ചിലപ്പോൾ പ്രശ്നം വരില്ല, ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറഞ്ഞു പോണതിന് കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം.